അപ്പോൾ അവൾ പറഞ്ഞു പോകണം, പറ്റുവാണെങ്കിൽ അച്ഛനോടും കൂടി വരാൻ പറയണം. കാരണം നിങ്ങൾ രണ്ടുപേരും ഞാൻ ഈ കോൺവൊക്കേഷൻ സെറമണിയിൽ ഈ ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ അടുത്ത് അച്ഛനും അമ്മയും നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത്. അവളുടെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മൾ തിരുവനന്തപുരം കഴക്കൂട്ടം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പം പറയുമായിരുന്നു, അന്ന് ഇവൾ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് പറയായിരുന്നു വലിയൊരു ആഗ്രഹം അവളെ അവിടെ പഠിപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ CC+ൽ ഇവൾ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ CC+ ജോയിൻ ചെയ്തതാണ്. നേരെ നവോദയായിരുന്നു. നവോദയയുടെ ഒരു 3 മാസത്തെ ബാച്ച് കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു. പിന്നെയാണ് 5th വന്നപ്പോൾ സൈനിക് സ്കൂളിലോട്ട് ഷിഫ്റ്റ് ആയത്. അവിടെ അച്ഛൻ പറഞ്ഞു, അച്ഛന് മാത്രമല്ല അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, അവരുടെ എല്ലാം വലിയൊരു ആഗ്രഹമായിരുന്നു. ഇവളെക്കാട്ടി കൂടുതൽ ഇവളുടെ കൂടെ ഇരിക്കുമായിരുന്നു ഞാനും ക്ലാസ്സിനും. എനിക്കും ഇവൾക്ക് ഇടയ്ക്ക് ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ ഇവർ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ് ഞാനും ഇരുന്ന് കണ്ടിട്ടുണ്ട് മൊത്തം. അപ്പോൾ ഇന്ന് ആ എഫേർട്ടിൽ നമ്മൾ ഹാപ്പിയാണ് അല്ലേ? ഇനി സ്കൂളിൽ ചെല്ലുമ്പോൾ നന്നായിട്ട് പഠിക്കുമോ? പഠിക്കും. അപ്പോൾ അച്ഛൻ ഇന്ന് എത്തിയിട്ടില്ല. അച്ഛൻ ബെഹറിലാണ്. ഇങ്ങനൊരു മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഈ മീറ്റപ്പ് കഴിഞ്ഞ വർഷത്തെ നവോദയയുടെ ഈ CC+ൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലിങ്ങനെ പേരൻസ് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ പുള്ളിക്കാരി വീഡിയോ കണ്ടു. അപ്പം ഇങ്ങനെ ഈ എറണാകുളത്ത് വെച്ച് ഇങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ടെന്ന് ഇവിടുന്ന് വിളിച്ചപ്പം ഞാനങ്ങ് മടിച്ചു. ഇത്രയും ദൂരം, ആലപ്പുഴയാണ് ഞങ്ങളുടെ വീട്, അപ്പം ഇത്രയും ദൂരം വരെ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു പോകണം, പറ്റുവാണെങ്കിൽ അച്ഛനോടും കൂടി വരാൻ പറയണം. കാരണം നിങ്ങൾ രണ്ടുപേരും ഞാൻ ഈ കോൺവൊക്കേഷൻ സെറമണിയിൽ ഈ ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ അടുത്ത് അച്ഛനും അമ്മയും നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത്.